നേരത്തെ ഞാൻ സ്വാമിജി 5 കുട്ടികൾ എന്നൊക്കെ പറഞ്ഞപ്പോൾ ഇരുന്ന് സന്തോഷിക്കുകയായിരുന്നു. ആ സന്തോഷിച്ചിട്ടാ ചിരിച്ചു പോയത്. എന്താ കാരണം വെച്ചാൽ നമ്മൾ ഇതുവരെ പറഞ്ഞത് 4 കുട്ടികൾ എന്നെങ്കിലാണ്. ഇപ്പൊ സ്വാമിജി ഒന്നും കൂടി കൂട്ടി ഇവിടെ പറഞ്ഞപ്പോൾ വലിയ സന്തോഷം തോന്നി. ഈ 4 എന്നുള്ളതിന് എന്തൊക്കെ തെറികളാ വരുന്നതെന്നറിയോ? തെറി നമ്മളെ ബാധിക്കുന്നില്ലല്ലോ. എന്നെ നാണമുള്ളവർക്കല്ലേ നാണക്കേട് ഉണ്ടാവുള്ളൂ. ഞങ്ങൾക്ക് നാണമില്ല. നാണോ മാനോ ഉള്ളവർക്കേ മാനക്കേടും ഉണ്ടാവുള്ളൂ. സന്യാസിമാർക്ക് അതില്ല. തുറന്നു പറയുക. അതുകൊണ്ട് പറയുന്നവർക്ക് കൊള്ളാമെന്നല്ലാണ്ട് നമുക്കെന്ത് കൊള്ളാം? അവർ പറഞ്ഞുകൊണ്ടേയിരിക്കും, നമ്മൾ കേട്ടുകൊണ്ടേയിരിക്കും. അതുകൊണ്ട് നമ്മൾ പരിപാടി നിർത്തുവോ? തുടർന്നുകൊണ്ടേയിരിക്കും. അന്ത്യശ്വാസം വരെ തുടർന്നുകൊണ്ടിരിക്കും. അതവിടെ നിൽക്കട്ടെ. പക്ഷെ ഇന്നത്തെ സ്ഥിതി എന്താണ്? നമ്മൾ 5, 4 എന്നൊക്കെ പറയുമ്പോൾ ഇന്നത്തെ സ്ഥിതി എന്താണ്? ഒരു പതിയും പത്നിയും ചേർന്ന ഒരു കുടുംബം എടുത്താൽ അവർക്ക് ഒരു കുട്ടി എന്ന് പറയുമ്പോൾ ജനസംഖ്യ നേരെ പകുതിയാവുകയാണ്. ഇതാണ് ഹിന്ദുവിന്റെയും ക്രിസ്ത്യാനിയുടെയും സ്ഥിതി. സ്വാമി ക്രിസ്ത്യാനിയുടെ വക്കാലത്ത് എടുത്തിട്ടുണ്ടോ എന്നാലും ചോദിക്കരുത്. സത്യം വസ്തുതാപരമായി പറയുമ്പോൾ വസ്തുതാപരമായി പറയണം. പക്ഷേ മുസ്ലിം സമൂഹത്തിൽ ആവറേജ് 5, 6 ആവറേജ്. അപ്പോ 2 പേര് 6 ആവുമ്പോ ജനസംഖ്യ 3 ഇരട്ടി. ഇവിടെ 2 പേര് 1 ആവുമ്പോ ജനസംഖ്യ നേർ പകുതി. വോട്ടിന്റെ അടിസ്ഥാനത്തിലാണ് ഭരണനിർണയം. ഇപ്പോൾ തന്നെ നമുക്കൊരു ഒരു സംവിധാനം നോക്കാം. ദേവസ്വം സംവിധാനം. ഇപ്പൊ ദേവസ്വം സംവിധാനത്തിൽ ദേവസ്വം പോണം, വിട്ടൊഴിയണം, ഹിന്ദുക്കൾക്ക് തരണം, അതൊക്കെ അവിടെ നിൽക്കട്ടെ. വർത്തമാന യാഥാർത്ഥ്യത്തെയാണ് പറയുന്നത്. ഈ ദേവസ്വങ്ങൾക്ക്, കേരളത്തിലെ ദേവസ്വങ്ങൾക്ക് കേരളത്തിന്റെ മൊത്തം പ്രാതിനിധ്യമുണ്ടോ? അവർ വിശ്വാസികൾ, അവിശ്വാസികൾ, മാർക്സിസ്റ്റ്, കോൺഗ്രസ്, BJP ഒന്നും ഞാൻ ചോദിച്ചിട്ടില്ല. കേരളത്തിന്റെ ജനകീയ പ്രാതിനിധ്യം ദേവസ്വത്തിനുണ്ടോ ഇല്ലയോ? എന്താ നിങ്ങളുടെ അഭിപ്രായം? ഇല്ല എന്ന് മറുപടി. കാരണം മലപ്പുറം ജില്ലയിൽ എത്ര ഹിന്ദു MLA ഉണ്ട്? അപ്പൊ മലപ്പുറം ജില്ലയിലെ ഹിന്ദുക്കളുടെ മൊത്തം എത്ര റെപ്രസെന്റേഷനാണ് നിയമസഭയിലുള്ളത്? 1. നമ്മളവിടെ അദ്വൈതമാണ്. ആ അദ്വൈതമായി മാറും അടുത്ത ദിവസങ്ങളിൽ മറ്റു ജില്ലകളിൽ നമ്മൾ ജാഗ്രത പാലിക്കുന്നില്ലെങ്കിൽ. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഒരു 15, 20, 30 പേരടങ്ങുന്ന MLA ആയിരിക്കും കേരളത്തിലെ 5 ദേവസ്വം ബോർഡുകളിലേക്ക് മെമ്പർമാരെ നോമിനേറ്റ് ചെയ്യേണ്ടവർ. ജനപ്രാതിനിധ്യത്തിന്റെ എല്ലാ സങ്കല്പങ്ങളെയും അട്ടിമറിക്കുന്ന അവസ്ഥയായിരിക്കും. എത്ര പേര് ഈ ഗൗരവം ചിന്തിച്ചിട്ടുണ്ട്? ദേവസ്വം മാറണം, പോണം എന്നൊക്കെ പറയുന്നുണ്ട്. ഹിന്ദുവിന് വിട്ടുതരണം, അതൊക്കെ അവിടെ നിൽക്കട്ടെ. അത് സെൻട്രൽ ഗവൺമെന്റ് ഇനാക്ട്മെന്റ് കൊണ്ടുവരണം. പിന്നെ ചില സ്റ്റേറ്റുകളിലൊക്കെ സുപ്രീം കോർട്ടിന്റെ ചില ഇടപെടൽ വേണ്ടി വരും. കാരണം ഉദാഹരണം പറഞ്ഞാൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് രൂപീകരിച്ചത് ഒരു കവനന്റിന്റെ അടിസ്ഥാനത്തിലാണ്. അതുപോലെ പല സംസ്ഥാനങ്ങളിലും ചില രാജാക്കന്മാരും ഗവൺമെന്റും തമ്മിലുള്ള കവനന്റുകളുണ്ട്. ആ കവനന്റുകൾ ഇല്ലാതാക്കുന്നതിനും മറ്റും അതിനെ മറികടക്കുന്നതിനും ചിലപ്പോ സുപ്രീം കോർട്ടിന്റെ ഇടപെടൽ വേണ്ടി വന്നേക്കാം. അല്ലാത്തടത്തൊക്കെ സെൻട്രൽ ഗവൺമെന്റ് ഒറ്റ എനാക്ട്മെന്റ് കൊണ്ടുവന്നാൽ ഈ അനീതി ഇല്ലാണ്ടാക്കാൻ പറ്റും. ഒരു മതത്തിന്റെ സ്ഥാപനം മാത്രം സർക്കാർ ഭരിക്കുക എന്ന അനീതി ഇല്ലാതാക്കാൻ സാധിക്കും. അതിൽ കേന്ദ്ര സർക്കാരിൽ സമ്മർദ്ദം ചെലുത്താൻ നമുക്ക് സാധിക്കണം. അത് സന്യാസിമാര് മാത്രം വിചാരിച്ചാൽ നടക്കുന്നതല്ല. കേന്ദ്ര സർക്കാർ വിചാരിച്ചാൽ അനായാസേന നടക്കും. കാരണം ആർക്കും സാധിക്കില്ല സെക്ഷൻ 370, ആർട്ടിക്കിൾ 370 എടുത്തു മാറ്റാൻ എന്നൊക്കെ പലരും പറഞ്ഞിരുന്നു. സുഖമായിട്ട് എടുത്തു മാറ്റി. കള്ളപ്പണത്തിന്റെ അമിതമായിരിക്കുന്ന പ്രസരണം ഇല്ലാതാക്കാൻ നോട്ട് നിരോധനം സാധിക്കില്ല എന്ന് ഇന്ദിരാഗാന്ധിയോട് അന്നത്തെ സാമ്പത്തിക ധനകാര്യ മന്ത്രി, കാരണം നോട്ട് നിരോധനം വേണമെന്നുള്ള ഉദ്ദേശം ഇന്ദിരാഗാന്ധി കൊണ്ടുവന്നപ്പോൾ സാധ്യമല്ല, കാരണം നമുക്ക് ഇലക്ഷൻ നേരിടാൻ പറ്റില്ല എന്ന് ചവാൻ പറഞ്ഞിരുന്നു. പക്ഷെ ധീരമായി അത് ചെയ്ത ഗവൺമെന്റാണ് ഇപ്പോൾ ഇവിടെ ഉള്ളത്.
ശ്രദ്ധിക്കുക. അപ്പൊ അവർ മനസ്സ് വെച്ചാൽ തീർച്ചയായിട്ടും ഈ ദേവസ്വം എന്നുള്ള കോൺസെപ്റ്റ് എടുത്തു മാറ്റാൻ കഴിയും. അതിനുള്ള സമ്മർദ്ദം ചെയ്യേണ്ടത് നമ്മൾ ഒറ്റക്കെട്ടായിട്ടാണ്. ഇത് കോൺസ്റ്റിറ്റ്യൂഷന് എതിരല്ലേ? ചിന്തിക്കുക. അപ്പൊ അതുകൊണ്ട് എന്ത് തന്നെയായാലും നമ്മുടെ സന്താനം വർദ്ധിച്ചേ മതിയാവും. അല്ലെങ്കിൽ നാളെ രാഷ്ട്രീയക്കാർ ഹിന്ദുക്കൾ ഉണ്ടാവില്ല, നാളെ സന്യാസിമാരുണ്ടാവില്ല, പൊതുപ്രവർത്തകരുണ്ടാവില്ല. ഇന്ന് നിങ്ങൾ നോക്കിക്കോളൂ. നിങ്ങൾ വീടുകളിൽ തന്നെ ഇരിക്കുന്നവരാണെന്ന് വെച്ചാൽ ഒന്നും പറയാനില്ല. യാത്ര ചെയ്യുന്നവരാണെങ്കിൽ കേരളത്തിൽ ഏതെങ്കിലും സ്ഥലത്ത് 2 വാഹനം കൂട്ടിമുട്ടി എന്ന് വിചാരിക്കുക. പോലീസ് എത്താൻ നേരം വൈകും. സ്വാഭാവികമായിട്ട് പോലീസിന് പല അറിഞ്ഞ് വിവരം എത്തി അവർ വരണം. അറിഞ്ഞവർ വരും, ഇല്ല എന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ അതിനു മുമ്പ് ഓടിക്കൂടുക ജനാവലിയായിരിക്കും. ആ ജനാവലിയാണ് കാര്യം ഏറ്റെടുക്കുക. എങ്ങനെയാണ് ഇത് നടക്കുന്നത്? അങ്ങനെ ഓടിക്കൂടുന്ന ജനാവലിയിൽ എത്ര ഹിന്ദുക്കളുണ്ട് ഒന്ന് നോക്കൂ. അല്ലെങ്കിൽ ഓരോ ജില്ലയിലും ഇപ്പൊ ബ്ലഡ് ഡോണേഴ്സ് ഫോറം നോക്കിക്കോളൂ, രക്തം ദാനം ചെയ്യുന്നവരുടെ വിഭാഗങ്ങളുണ്ട്. എത്ര ഹിന്ദുക്കളുണ്ട്? ഒരു സാമാജിക പ്രതിബദ്ധത. അവയവങ്ങൾ കൊടുക്കൂല. ഇത് കോഴിക്കോടൊക്കെ നല്ല പ്രവർത്തനം ചെയ്യുന്നുണ്ട്. ചേർക്കുന്നത് ആരെയാന്നറിയില്ല, നല്ല പ്രവർത്തനം ചെയ്യുന്നുണ്ട്. സാമാജിക പ്രതിബദ്ധതയുള്ള ഒരു സമൂഹത്തെ സൃഷ്ടിക്കാൻ നമ്മൾ എന്ത് ചെയ്യുന്നു? ഇത് ചിന്തിച്ചേ മതിയാവും. അതുകൊണ്ട് നിങ്ങൾ നായരാണോ ആയിക്കോളൂ. നായരിൽ തന്നെ 24 കാരറ്റ്, 22 കാരറ്റ്, 20 കാരറ്റ്, പിന്നെന്താ 18 കാരറ്റ്, 16 കാരറ്റ് ഒക്കെ ഉണ്ട്. ആയിക്കോളൂ. നിങ്ങൾ ഈഴവരാണോ? അല്ല സ്വാമി ഞങ്ങൾ തീയരാണ്. ആയിക്കോട്ടെ, ഈഴവരോ തീയരോ ആയിക്കോളൂ. നിങ്ങൾ നമ്പൂതിരിയാണോ? അല്ല ഞങ്ങൾ നമ്പൂതിരി പാടാണ്. നിങ്ങൾ പാടോ നമ്പൂതിരി ആയിക്കോളൂ. നിങ്ങൾ മാരാരോ വാരരോ ആയിക്കോളൂ. നിങ്ങൾ ചെറുമരോ പുലയരോ ആയിക്കോളൂ. നിങ്ങൾ പാണരോ പറയരോ ആയിക്കോളൂ. നിങ്ങൾ അയ്യരോ അയ്യങ്കാരോ ആയിക്കോളൂ. നിങ്ങൾ നായനാരോ മൂസതോ എന്ത് വേണമെങ്കിൽ ആയിക്കോളൂ. ഒരു വിരോധവും ഇല്ല, വേണ്ടെന്ന് ഞാൻ പറയില്ല. കാരണം വ്യത്യസ്ത സമുദായങ്ങളും ആ സമുദായങ്ങളുടെ വൈവിധ്യപൂർണങ്ങളായ ആചാര രീതികളും എല്ലാം ചേരുമ്പോഴാണ് ഹിന്ദു ധർമ്മം എന്ന മനോഹരമായ പൂന്തോപ്പ് നിലനിൽക്കുന്നത്. എന്നാൽ ഞാൻ ഹിന്ദുവാണെന്ന പൊതുബോധം നമ്മൾ വ്യാപിപ്പിക്കുന്നുണ്ടോ? ഹിന്ദു എന്ന തായ്വേരുണ്ടെങ്കിൽ മാത്രമേ ഇതൊക്കെ ഉള്ളൂ എന്ന ബോധം നമ്മൾ വ്യാപിപ്പിക്കുന്നുണ്ടോ? ചിന്തിക്കുക.